ഹലോ ഗൈസ്, ഈ തൊപ്പിയിട്ട് പള്ളിക്കാട്ട് കാലിനെമാരി ഞാൻ ഇങ്ങോട്ട് പോകണമെന്നല്ല നിങ്ങൾ നമ്മൾ ചെക്കന്മാരെല്ലാവരും കൂടി ഒരു നോമ്പുതറ വെച്ചേക്കണേ. അതിന്റെ പാട്ട് 3 സീരീസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓന്റെ വണ്ടിയിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല കേട്ടാ, നമുക്ക് ട്രിപ്പിൾ അടിച്ച് പോകാന്നുള്ള ഒരു വൈബിനും വേണ്ടിയാണ് നമ്മൾ ഇവന്റെ വണ്ടി കയറുന്നത്. ഞാൻ മുന്നിൽ നിന്ന് ബടായി പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് നോമ്പുണ്ടായതുകൊണ്ട് എനിക്ക് മറുപടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഇസ്മായിൽ ഇപ്പൊ എന്താ പറയുന്നതെന്നല്ല നിങ്ങൾ വിചാരിക്കണം. 6:40 നോമ്പറക്കാലത്തിന് നമ്മൾ 6:15 ബൾബിട്ടാൻ പോണീന് മുന്നേ ഞങ്ങൾക്ക് ഒരു സാധനം പരിചയപ്പെടുത്തി തരും. പൊതുവെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാച്ച് ഒന്നും പർച്ചേസ് ചെയ്യാത്ത ഒരു വ്യക്തി. എന്തോ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു പേജ് കണ്ടപ്പോൾ എനിക്ക് വാച്ച് വാങ്ങാണ്ടിരിക്കാൻ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് തോന്നി. ഇവരുടെ പേജിൽ ജെൻസിനും ലേഡീസിനും പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഇവരുടെ പേജിലുണ്ട്. സ്പെക്സും പ്രീമിയം വാച്ചും അങ്ങനെ കുറെ ഐറ്റംസ് ഇവരുടെ പേജിൽ. പെരുന്നാക്കും വിഷുവിനൊക്കെ ചെത്തി പൊളിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പേജ് സന്ദർശിച്ചാൽ മതി. പാപ്പാക്കും മനയത്തേക്കും വാച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓല് രണ്ടാളും കൈമിലിട്ട് നോക്കണം. അപ്പൊ നമുക്ക് നമ്മൾ കാര്യത്തിലോട്ട് ഇറങ്ങാം. അങ്ങനെ 100-110 സ്പീഡിൽ നമ്മൾ തൊപ്പി പാറാണ്ട് നമ്മൾ നോമ്പർക്കുള്ള സ്ഥലം ലൊക്കേഷൻ ഫിക്സ് ആക്കാണ്ട് ബൾബറ്റ് ഇട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കൂടാലോചന അതിനുള്ളതാണ്. ബൾബറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ നല്ലത് തൂക്കിയിടാനുള്ള സ്ഥലം നമുക്ക് കിട്ടണില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു മയക്കാർ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ വണ്ടിനെ ചവിട്ടി പുറത്ത് എന്നിട്ട് കാർ പോർച്ചിൽ സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. ബൈ ഇത് മുബാരിസ് ഇലക്ട്രിക് പരമായിട്ട് PhD ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ അവൻ 5 പൈസക്കുള്ള വിവരം അതിലില്ലേ. അതുകൊണ്ട് തന്നെ ഇവൻ കണക്ഷൻ കൊടുത്തോണ്ട് ബൾബ് കത്തോന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങോട്ട് മാറി കിട്ടും. ബാങ്ക് കൊടുക്കാൻ 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ബൾബ് കെട്ടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലായി, ബൾബ് നോക്കി ടൈം പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരോട് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതും സെറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോമ്പറക്കാൻ പറ്റും. അങ്ങനെ ബിസ്മിൻ ചൊല്ലി ഞാൻ നോമ്പൊക്കെ പറഞ്ഞ് ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്റെ നോട്ടം വെന്റിലായിരുന്നു. അങ്ങനെ നമ്മൾ നോമ്പും പറഞ്ഞ് നമ്മൾ പള്ളിക്ക് ഇറങ്ങി. ശേഷം നമ്മൾ ചോറൈക്കൽ പരിപാടിയാണ്. പണ്ടാരിന്റെ കൈവാണോ യൂട്യൂബിന്റെ കൈവാണോ നമുക്കറിയില്ല. ചോറ് കാണാൻ ഒരു ചേലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും പീസും കൊടുത്ത് നമ്മൾ ചോറ് വെച്ച് അവിടുന്ന് ഇറങ്ങി. ബാക്കി പിന്നെ